ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് നമ്മുടെ സുവോളജി ക്ലാസ്സുകൾ ആരംഭിക്കാം. നമ്മുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം 16 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ 8 ചാപ്റ്ററുകൾ സുവോളജിക്കും 8 ചാപ്റ്ററുകൾ ബോട്ടണിക്കും ഉള്ളതാണ്. ഇതിൽ സുവോളജിക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്: ചാപ്റ്റർ 3 ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ചാപ്റ്റർ 4 reproductive health, chapter 5 principles of inheritance and variation, chapter 6 molecular basis of inheritance, chapter 7 evolution, chapter 8 human health and disease, chapter 10 microbes in human welfare, chapter 15 biodiversity and conservation. ഇത്രയുമാണ് സുവോളജിയിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ സുവോളജിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആർ. ഹ്യൂമൻ ബീയിങ്സ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. ഈ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്സ് ഉണ്ട്. ഓവിപാരസ് അനിമൽസും ഉണ്ട്, വിവിപാരസ് അനിമൽസും ഉണ്ട്. ഓവിപാരസ് എന്ന് പറയുന്നത് എഗ് ലേയിങ് അനിമൽസാണ്. വിവിപാരസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന, ഗിവിങ് ബർത്ത് ടു യങ് വൺസ്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അനിമൽസാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അനിമൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന വിവിപാരസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമ്മളെല്ലാവരെയും നമ്മുടെ അമ്മമാർ 9 മാസമോ അതിൽ കൂടുതലോ ഒക്കെ ഗർഭത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ്. സാധാരണ പ്രസവ വേദനയെ പറയുന്നത് 1000 അസ്ഥികൾ നുറുങ്ങുന്ന വേദന എന്നാണ് പ്രസവ വേദനയെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മമാർ ചിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തേതുമായ സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ, അതൊരു കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ കേൾക്കുമ്പോഴുള്ള ആ അമ്മയുടെ ആത്മനിർവൃതിയുടെ ചിരിയാണ്. അതിനുശേഷം ഒരിക്കലും അമ്മമാർ നിങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ചിരിക്കാറില്ല. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നതിലൂടെയും അച്ഛനാകുന്നതിലൂടെയുമാണ് ഓരോ മനുഷ്യജന്മവും സാർത്ഥകമാകുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട 1-2 കാര്യങ്ങളൂടെ അമ്മമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച്. അതായത് നമ്മൾ പറയാറുണ്ട് മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യം. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് ശങ്കരാചാര്യരുടെ ഒരു വാക്കുകളിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. അതായത്, ഒരിക്കൽ ശങ്കരാചാര്യരോട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഗുരു മറുപടി പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. ശിഷ്യൻ പിന്നെയും ചോദിച്ചു, രണ്ടാമതാരോടാണ്? അപ്പോഴും ഗുരു പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. മൂന്നാമതാരോടാണ്? അപ്പോഴും പറഞ്ഞു, നിൻ്റെ മാതാവിനോട്. ശിഷ്യൻ വിട്ടില്ല, പിന്നെയും ചോദിച്ചു, നാലാമതോ? ഇപ്പോൾ നിൻ്റെ പിതാവിനോട്. അതാണ് അമ്മയെന്ന പരമമായ സത്യം. അപ്പം നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്, കാൽക്കൽ വീണ് പ്രാർത്ഥിക്കേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ടതും ദൈവസന്നിധിയിലോ ഗുരുപാദങ്ങളിലോ പിതാവിൻ്റെ പാദങ്ങളിലോ അല്ല, ജീവിച്ചിരിക്കുന്ന ദൈവമായ മാതാവിൻ്റെ പാദങ്ങളിലാണ് നമ്മൾ ആദ്യം അനുഗ്രഹം വാങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ മാതാവിനെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കുറച്ച് ടേംസുകളാണ്. അതായത് ഈവൻസ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട
സംഭവങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിതൊക്കെയാണ്. ഒന്ന്, ഗമീറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്വറിഷൻ. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു കുഞ്ഞ് ജന്മം കൊണ്ട് അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വരെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിൽ ഗാമീറ്റോജെനിസിസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ഇൻ മെയിൽസ് ആൻഡ് ഓവം ഇൻ ഫീമെയിൽസ്. അപ്പോൾ മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് സ്പേംസാണ്, ഫീമെയിൽ ഗമീറ്റ് എന്ന് പറയുന്നത് ഓവമാണ്. മെയിൽ ഗമീറ്റിൻ്റെ പ്രൊഡക്ഷൻ മെയിൽസിലെ ടെസ്റ്റിസിലും, ഫീമെയിൽ ഗമീറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അതായത് ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ ഫീമെയിൽസിൽ ഓവറിയിലും നടക്കുന്നു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ. അപ്പോൾ ഇതായത് ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ടു ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റ്. അപ്പോൾ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് നടത്തുമ്പോൾ മെയിൽസ് ഫീമെയിൽസിൻ്റെ വജൈനയ്ക്കകത്തേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നു. അതായത് മെയിൽ ഗമീറ്റ്സിനെ ഫീമെയിലിൻ്റെ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഫെർട്ടിലൈസേഷൻ, അതായത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. മെയിൽ ഗമീറ്റിൻ്റെയും ഫീമെയിൽ ഗമീറ്റും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ട് എന്നാണ് നമ്മൾ പിന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത്. സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. അപ്പോൾ ആ സൈഗോട്ട് യൂട്രസിലെത്തിച്ചേരുകയും ആ യൂട്രസിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് വരെയുള്ള സ്റ്റേജാണ് അടുത്തതായിട്ട് ഈ പറയുന്നത്. ആ യൂട്രസിൽ പറ്റിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജിനെ വിളിക്കുന്ന പേര് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഒരു സിംഗിൾ ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ല് ഡെവലപ്പ് ചെയ്ത് അതൊരു ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്ന സ്റ്റേജാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം വരുന്നത്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ. ദാറ്റ് ഈസ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ യൂട്രൈൻ വാൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 270 മുതൽ 280 ദിവസങ്ങൾ വരെ എടുത്തുകൊണ്ടാണ് കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ വളർച്ച പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആ പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുക, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. അപ്പോൾ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആ പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്വറിഷൻ, ഡെലിവറി ഓഫ് ദ ബേബി. അപ്പോൾ ഇത്രയുമാണ് സ്റ്റെപ്സുകൾ: ഗമീറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്വറിഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിൻ്റെ ഈവൻസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്റ്റെപ്പുകൾ. ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരാം. ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെൽവിക് റീജിയനിൽ, അതായത് അടിവയറ്റിൻ്റെ ഭാഗത്തായിട്ട് ആണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസും അനുബന്ധ ഭാഗങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് പ്രധാനമായിട്ടും 4 വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഒന്ന്, എ പെയർ ഓഫ് ടെസ്റ്റിസ്, ഒരു പെയർ ടെസ്റ്റിസ്. പിന്നെ ഈ ടെസ്റ്റിസിനകത്തും പുറത്തുമായിട്ട് കാണുന്ന ഡക്റ്റുകൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സസറി ഡക്ട്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നെ ഇതിന് സഹായിക്കുന്ന, റീപ്രൊഡക്ഷന് സഹായിക്കുന്ന കുറച്ച് ഗ്ലാൻസുകളുണ്ട്. ഇവിടെ ഈ കാണുന്ന ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, ഇതൊക്കെ പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെയെല്ലാം ആക്സസറി ഗ്ലാൻഡ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റേലിയായ പെനിസ് എന്ന് പറയുന്ന ഈ ഭാഗം. അപ്പോൾ ഇത്രയുമാണ്
ഇത്രയും കാറ്റഗറിയിലാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടുകളെ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്ത് പരിചയപ്പെടേണ്ട ഭാഗം സ്ക്രോട്ടം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ട് ഒരു സഞ്ചിക്കകത്താണ്, ഒരു സാക്കിനകത്താണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന സാക്കിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. അപ്പോൾ ഈ പൊസിഷന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് ഈ ടെസ്റ്റിസിനകത്താണ് മെയിൽ ഗമീറ്റായ സ്പെർമറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്കറിയാം 36-37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ആ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് താഴ്ന്നു നിന്നാൽ മാത്രമേ ഈ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, സ്പേം പ്രൊഡക്ഷൻ വളരെ എഫക്റ്റീവായിട്ട് ടെസ്റ്റിസിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയാണ് ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സാക്കിനകത്ത്, ഒരു സഞ്ചിക്കകത്തായിട്ട് ഈ ടെസ്റ്റിസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ, എക്സ്റ്റേണൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഈ സ്ക്രോട്ടത്തിലുള്ള ആ സ്പോഞ്ചി ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസിന് കോൺട്രാക്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ആൺകുട്ടികൾ പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ സ്ഥിരമായിട്ട് ഇറുകിയ അടിവസ്ത്രങ്ങളോ ഇറുകിയ പാൻസോ ഒക്കെ ധരിക്കുന്നവർക്ക് സ്റ്റെറിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ വന്ധ്യത. ഇപ്പോൾ സ്പേം പ്രൊഡക്ഷന് അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചറിന് വേണ്ടിയാണ് ബോഡിയുടെ പുറത്തായിട്ട് ടെസ്റ്റിസിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തടസ്സം വരുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു സ്റ്റെറിലിറ്റി. അപ്പോൾ ഇത് സ്ക്രോട്ടത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് എക്സാമിന്. എന്തുകൊണ്ടാണ് സ്ക്രോട്ടം ബോഡിയുടെ ഔട്ട്സൈഡായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് സ്ക്രോട്ടം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ദ നോർമൽ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ നെസസറി ഫോർ സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് എഫക്റ്റീവായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ താഴ്ന്നു നിന്നാൽ മാത്രമേ സ്പെർമറ്റോജെനിസിസ് പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇനി നമുക്ക് ടെസ്റ്റിക്സിൻ്റെ സ്ട്രക്ചറിന് പരിചയപ്പെടാം. അപ്പോൾ ഓരോ ടെസ്റ്റിസും ഒരു ഓവൽ ഷേപ്പിലാണ്. 4 to 5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ലെങ്ത്. 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഉണ്ടാകും. അപ്പോൾ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡെൻസായിട്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാകും. ഓരോ ടെസ്റ്റിസിനകത്തും ഏകദേശം 250 കമ്പാർട്ട്മെൻറ്റ്സ് കാണും, അറകൾ കാണും. അതിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ പിക്ചറിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്ന ഓരോ അറകളെയുമാണ് വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അപ്പോൾ ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള, നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ള കൊച്ചു കൊച്ചു ട്യൂബ്യൂൾസുകൾ കാണും. ആ ട്യൂബ്യൂൾസുകളെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഈച്ച് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് കണ്ടെയ്ൻസ് 1 to 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് കാൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഇവിടെയാണ് സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഹിയർ. ഇനി ടെസ്റ്റിസിൻ്റെ നമ്മളൊന്ന് ക്രോസ് സെക്ഷൻ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പ് സെൽസുകളെ കാണാൻ സാധിക്കും. ആ സെൽസുകളുടെ പേരാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ്, സെർട്ടോളി സെൽസ്, ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലൈഡിക് സെൽസ്. അപ്പോൾ ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ അകവശമാണ് ഇവിടെ കാണുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് നമുക്കിത് ഇവിടെ ഈ അകത്തായിട്ടിങ്ങനെ കാണാൻ പറ്റുന്ന ഈ സെല്ലുകളുണ്ട്. ഈ സെല്ലുകളാണ് നമ്മൾ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്പെർമറ്റോഗോണിയൽ സെൽസാണ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് സ്പേം സെൽസായിട്ട് മാറുന്നത്. സ്പെർമറ്റോസോവ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, സ്പേം സെൽസായിട്ട് മാറുന്നത്. അപ്പോൾ ഈ വളരുന്ന സ്പേം സെൽസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റും ഷെയ്പ്പും ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന സെല്ലുകളാണ് ഈ കാണുന്ന സെല്ല് സെർട്ടോളി സെൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസിൽ കാണുന്ന 2 പ്രധാനപ്പെട്ട സെൽസുകളാണ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് കാണുന്ന 2 പ്രധാനപ്പെട്ട സെൽസുകളാണ് സ്പെർമറ്റോഗോണിയൽ സെൽസും സെർട്ടോളി സെൽസും. അപ്പോൾ സ്പെർമറ്റോഗോണിയൽ സെൽസ് എന്താണെന്ന് ചോദിച്ചാൽ ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ലൈൻഡ് internally by cells called spermatogonial cells which undergo meiotic division and transforms to sperms. അപ്പോൾ ഇത് ഈ സെല്ലുകൾ മിയോട്ടിക് ഡിവിഷന് വിധേയമാവുകയും സ്പേം സെൽസുകളായിട്ട് മാറുകയും ചെയ്യും. ഇനി സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് ഈച്ച് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ലൈൻഡ് internally by another type of cells called സെർട്ടോളി സെൽസ്. അപ്പോൾ എന്താ അതിൻ്റെ ഫങ്ഷൻ? വിച്ച് പ്രൊവൈഡ് ഷെയ്പ്പ് ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് സ്പെർമറ്റോജനിക് സെൽസ്. അപ്പോൾ സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ പ്രൊവൈഡ് ഷെയ്പ്പ് ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് സ്പെർമറ്റോജനിക് സെൽസ്. സ്പെർമറ്റോഗോണിയൽ സെൽസിൻ്റെ ഫങ്ഷൻ വിച്ച് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫോം ടു സ്പേംസ്. ഇനി ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെയും ഇടയിലായിട്ട്, അപ്പോൾ ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂള്, ഇത് മറ്റൊരു സെമിനിഫറസ് ട്യൂബ്യൂള്, ഇത് മറ്റൊരു സെമിനിഫറസ് ട്യൂബ്യൂള്. അപ്പോൾ ഇതിനിടയിലായിട്ട് ഇവിടെ കുറേ കളർ വ്യത്യാസത്തിൽ കുറച്ച് സെല്ലുകളെ കാണിച്ചിട്ടുണ്ട്. ഈ സെല്ലുകളാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലായിട്ട് കാണുന്നത് കൊണ്ട് ഈ സെല്ലുകളെ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ദീസ് ആർ സെൽസ് ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അപ്പോൾ ഇതിൻ്റെ ഈ സെല്ലുകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻഡ്രോജൻ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ സിന്തസിസാണ്. ഇപ്പോൾ മെയിൽ സെക്സ് ഹോർമോൺസാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. സ്പെർമറ്റോജനിസിസ് കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട മെയിൽ സെക്സ് ഹോർമോണാണ് ആൻഡ്രോജൻ. ആ ആൻഡ്രോജൻസിൻ്റെ സിന്തസിസിന് സഹായിക്കുന്ന സെല്ലുകളാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലൈഡിക് സെൽസ് എന്ന് വിളിക്കുന്ന സെല്ലുകൾ. ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ അക്സസറി ഡക്ട്സുകളുടെ പേരുകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ടു ഇത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസാണ്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് സ്പേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പേം സെൽസ് പുറത്തേക്ക് വരുന്ന റൂട്ട് ഡക്റ്റുകൾ, അതിൻ്റെ പേരുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അക്സസറി ഡക്ട്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സിന്തസൈസ് ചെയ്യുന്ന സ്പേം ആദ്യം വരുന്നത് റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്ന പാർട്ടിലേക്കാണ്. അപ്പോൾ അത് യുണൈറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പാർട്ടാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന പാർട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു വൈഡറായിട്ട് സ്പേംസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു പാർട്ടാണ് എപ്പിഡൈഡിമസ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ എപ്പിഡൈഡിമസ് ഇങ്ങനെ താഴേക്ക് വരുന്നത് കാണുന്നുണ്ട്, കോയിൽഡായിട്ട് കാണാം. അത്
പിന്നെ അടുത്ത് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ് പോകുന്നത്. വാസ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് നിന്ന് അകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് യുണൈറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പാർട്ടാണ് റെറ്റി ടെസ്റ്റിസ്. റെറ്റി ടെസ്റ്റിസ് യുണൈറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പാർട്ടാണ് വാസ എഫറൻഷ്യ. അത് കഴിഞ്ഞ് എപ്പിഡൈഡിമസ്, അത് കഴിഞ്ഞ് വാസ് ഡിഫറൻസ്. അപ്പോൾ വാസ് ഡിഫറൻസ് ഒരു ടെസ്റ്റിസിൽ നിന്നുള്ള വാസ് ഡിഫറൻസും അടുത്ത ടെസ്റ്റിസിൽ നിന്നുള്ള വാസ് ഡിഫറൻസും കൂടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തിട്ടൊരു സിംഗിൾ ഡക്റ്റായിട്ടാണ്, അതാണ് യുറീത്ര എന്ന് പറയുന്നത്. കോമൺ ഡക്റ്റാണ്. യൂറിൻ പോകാനും അതുപോലെ തന്നെ സമൻ പുറത്തേക്ക് വരാനുമുള്ള കോമൺ ആയിട്ടുള്ള ഡക്റ്റാണ് യുറീത്ര. യുറീത്ര ഇവിടെ എക്സ്റ്റേണൽ യുറീത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴി പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് കാണാം. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്, കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ ഇത് ഈ രണ്ട് ഡക്റ്റുകളും, ഇതൊരു വാസ് ഡിഫറൻസാണ്, ഇത് മറ്റൊരു വാസ് ഡിഫറൻസാണ്. ഈ രണ്ട് വാസ് ഡിഫറൻസും കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഡക്റ്റിനെയാണ് ഇവിടെ കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ് ഇവിടെ യുറീത്ര എന്ന് പറയുന്ന ഡക്റ്റ് വഴി വരുന്നു. യുറീത്രൽ മീറ്റസ് എന്നാണ് എക്സ്റ്റേണൽ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേര്. യുറീത്രൽ മീറ്റസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ടും ഓർക്കുക. അത് ടെസ്റ്റിസിൽ നിന്നും പുറത്തേക്ക് ഔട്ട്സൈഡ് ടു ടെസ്റ്റിസ് എന്നുള്ള രീതിയിലൊക്കെ ക്രമീകരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. ഓർക്കുക, സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്, കോമൺ ഇജാക്കുലേറ്ററി ഡക്റ്റ്, യുറീത്ര, യുറീത്രൽ മീറ്റസ്. അപ്പോൾ ഈ ഒരു ക്രമത്തിലാണ് ഈ ഡക്റ്റുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പരിചയപ്പെടാനുള്ളത് മെയിൽ സെക്സ് അക്സസറി ഗ്ലാൻസുകളുടെ പേരുകളാണ്. അപ്പോൾ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും 3 ഗ്ലാൻസുകളാണുള്ളത്. അത് ഇവയാണ്. ഒന്ന്, സെമിനൽ വെസിക്കിൾസ്. അപ്പോൾ ഇത് ഒരു പെയറുണ്ട്, ഒരു പെയർ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അത് സിംഗിളാണ്, ഒരെണ്ണേ ഉള്ളൂ, ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അത് ഈ യുറീത്രൽ ട്യൂബിനെ കവർ ചെയ്തുകൊണ്ടാണ് ഈ രീതിയിലാണിത് കാണുന്നത്. അടുത്ത് യുറീത്രയുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. അപ്പോൾ ഇതിൻ്റെ 3 ഗ്ലാൻസിൻ്റെയും കൂടെയുള്ള സെക്രീഷൻസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ അല്ലെങ്കിൽ സെമൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ഈ 3 ഗ്ലാൻസിൻ്റെയും സെക്രീഷൻസും പ്ലസ് സ്പെർമറ്റോസൈറ്റ്സ് അല്ലെങ്കിൽ സ്പേം സെൽസ്. അപ്പോൾ സ്പേം സെൽസ് പ്ലസ് സെമിനൽ പ്ലാസ്മയാണ് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലാൻസിൻ്റെ പേരെന്നൊന്നുകൂടെ ശ്രദ്ധിക്കാം. എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾസ്, എ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, എ പെയർ ഓഫ് ബൾബോ യുറീത്രൽ ഗ്ലാൻസ്. അപ്പോൾ ഇത് 3 ഗ്ലാൻസിൻ്റെയും കൂടെയുള്ള സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് എൻസൈംസ്. ഫെർട്ടിലൈസേഷനും സ്പേം മൂവ്മെൻറ്റിനും എല്ലാം അത്യാവശ്യമായിട്ടുള്ള എൻസൈംസും അതുപോലെ തന്നെ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗറും കാൽഷ്യം അയോൺസും ഒക്കെ കൊണ്ട് എൻറിച്ച്ഡ് ആണ് ഈ സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ്. ഇനി മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടാണ് പെനിസ്. ഇത് ആണ് പെനിസ് എന്ന് പറയുന്ന ഭാഗം. മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്നാണ് ആ പാർട്ടിനെ വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സ്പെഷ്യൽ ഇറക്റ്റൈൽ സ്പോഞ്ചി ടിഷ്യൂസ്. അപ്പോൾ ഇവിടെ കോർപ്പസ് സ്പോഞ്ചിയോസം എന്ന് പറയുന്ന ഒരു ഇറക്റ്റൈൽ ടിഷ്യൂസ് കൊണ്ടാണ്. ഇറക്റ്റൈൽ ടിഷ്യൂ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്തേക്ക്
ബ്ലഡ് വന്ന് നിറയുമ്പോൾ, ഒരു സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്തേക്ക് ബ്ലഡ് വന്ന് ഫില്ലാവുകയും പെനിസ് ഇറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എന്നാൽ മാത്രമേ അത് ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഈ കോർപ്പസ് സ്പോഞ്ചിയോസം എന്ന് പറയുന്ന ടിഷ്യൂ. അപ്പോൾ when spongy tissue is filled with the blood, the penis erects. പെനിസ് ഇറക്റ്റ് ആവുകയും ഇൻസെമിനേഷന് വേണ്ടി റെഡി ആവുകയും ചെയ്യും. ഇനി ഈ പെനിസിൻ്റെ ഫ്രണ്ട് പോർഷൻ അല്പം എൻലാർജ്ഡ് ആയിട്ട് കാണും. ആ പോർഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഗ്ലാൻസ് പെനിസ് എന്നാണ് ഈ പോർഷനെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പോർഷനിലുള്ള സ്കിന്ന് ലൂസായിട്ടുള്ള സ്കിന്നാണ്. ആ സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ എന്ന് വിളിക്കുന്നത്. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് ദ പെനിസ് ഈസ് കാൾഡ് ഗ്ലാൻസ് പെനിസ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കാൾഡ് ഫോർ സ്കിൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻസിനെ കോപ്പി ചെയ്യുകയും അതിൽ ആൻസർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് ഈ ടോപ്പിക്ക് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം ഭാഗങ്ങളുടെ പേരുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ ഓർമ്മിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യുക. അതിനെ തുടർന്ന് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എഴുതുക. പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ 2 ഡയഗ്രാംസ് കൂടെ നിങ്ങൾ വരയ്ക്കണം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു നീറ്റ് ലേബിൾഡ് ഡയഗ്രാം, അതുപോലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ, സ്പെർമറ്റോഗോണിയൽ സെൽസും ഇൻ്റർസ്റ്റീഷ്യൽ സെൽസും സെർട്ടോളി സെൽസിനെയൊക്കെ കാണിക്കുന്ന ഒരു ഡയഗ്രാം വരയ്ക്കുക. വരച്ച് നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക. താങ്ക് യു.